ഹേ ഗായ്സ്, ഇന്ത്യ നേപ്പാൾ എക്സ്പെഡിഷൻ ഞാൻ അനൗൺസ് ചെയ്തിട്ട് ഒരുപാടായെന്നറിയാം. ഞാനിപ്പോൾ ഉള്ളത് വടകരയാണ്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ഇവിടെ കടൽ വളരെ മോശമായിട്ടാണുള്ളത്. കണ്ടോ, ആ ബ്രിഡ്ജ് കാണാൻ നല്ല രസമുണ്ടല്ലേ. നമുക്ക് എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോകും. ആവിപ്പാലം എന്തായാലും നല്ല രസമുണ്ട് കാണാൻ അല്ലേ. ഞാൻ മോസ്റ്റ്ലി ഹിച്ച് ഹൈക്കിംഗ് ആയിരിക്കും ചെയ്യുക. അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ ചെറിയ ബഡ്ജറ്റിലാണ് യാത്ര മൊത്തം ചെയ്യുന്നത്. എന്ത് രസമല്ലേ. എന്റെ മുന്നേയുള്ള വീഡിയോസ് കണ്ടവർക്കെല്ലാം അറിയാം, ഞാൻ ബാക്ക് പാക്കിംഗ് ആണ് ചെയ്യാറുള്ളത്. ബാക്ക് പാക്കിങ്ങും ക്യാമ്പിങ്ങും അതുപോലെ ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ ചെയ്ത് മാക്സിമം ചെലവ് ചുരുക്കിയിട്ടാണ് യാത്ര ചെയ്യാറുള്ളത്. ഒരുപാട് ലേറ്റ് ആയി പോയി. ഈ ചാനൽ തന്നെ ഒരുപാട് മാസങ്ങളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഇനി അങ്ങോട്ട് നമ്മുടെ ചാനൽ നല്ലപോലെ ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ പോകുന്നത് വടകരയിൽ നിന്ന് നമ്മൾ ആഗ്രയിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ ജേണി ആയിരിക്കും. അതിനുശേഷം നമ്മൾ താജ്മഹലൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം രാജസ്ഥാനിലേക്ക് പോകുന്നതായിരിക്കും. ഈ ഒരു യാത്ര ഞാൻ ഇതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് വടകരയിൽ നിന്ന് തൃശ്ശൂർ വരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. കേരളത്തിൽ നിന്ന് തൃശ്ശൂർ വരെ ഞാൻ നിശ്ചയിക്ക് ചെയ്ത് പോകുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഒരു ഓർമ്മയായിട്ട് ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ഇനി ആ വീഡിയോ ആണ്. ഇന്ത്യ നേപ്പാൾ എക്സ്പെഡിഷൻ യാത്ര നമ്മൾ ഇവിടെ വെച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് വടകരയാണ്. നല്ല മഴയാണ് കേട്ടോ. നല്ലപോലെ മഴയുണ്ട്. മഴക്കാലത്ത് കേരളം കാണാൻ വേറൊരു ഭംഗിയല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. ഇനി ഇവിടെ നമുക്ക് ഏതെങ്കിലും വണ്ടി കിട്ടുമോ നോക്കാം. ബൈ ബൈ. അങ്ങനെ ഇതാ സുഫയിൽ പോവാണ്. ഈ ഒരു യാത്ര ഇതിനു മുന്നേ തുടങ്ങേണ്ടതായിരുന്നു. പല പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് നീണ്ടുപോയി. എന്തായാലും നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. മൺസൂൺ സമയത്താണ് പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എല്ലായിടെയും. നമ്മുടെ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഫുള്ള് ചളിയൊക്കെയാണ്. മഴക്കാലത്ത് ഹിച്ച് ഹൈക്കിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും നമുക്ക് നോക്കാം. പമ്പിലൊക്കെ മൊത്തം വെള്ളം കയറിയിട്ടുള്ളത്. ഇപ്പോൾ മിഷാൽ എന്നല്ല പറഞ്ഞത്, മിഷാലിൻ്റെ കൂടെയാണ് പോകുന്നത്. കുറച്ച് ദൂരമുണ്ട്. ബൈ ബൈ. അപ്പോൾ ഇത് നമുക്ക് ഹിച്ച് ചെയ്യാം. നമ്മളിപ്പോൾ നന്ദി എത്തി കേട്ടോ. നന്ദി ബസാർ. ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മഴ ആയതുകൊണ്ട് തന്നെ റോഡിൽ മൊത്തം വെള്ളമാണ്. നിങ്ങൾ വരുമ്പോൾ കണ്ടതല്ലേ. അങ്ങനെ നമ്മളിപ്പോൾ കൊയിലാണ്ടി എത്തി കേട്ടോ. കൊയിലാണ്ടിയിൽ നിന്ന് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ടൗൺ ഏരിയ എന്നൊക്കെ ഹിച്ച് ഹൈക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കണ്ടില്ലേ. അതുകൊണ്ട് തന്നെ കുറച്ചങ്ങോട്ട് നടക്കാം. KSRTC. ഒരു കാര്യം മനസ്സിലായി, ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഏറ്റവും നല്ല ബൈക്ക് ചൂസ് ചെയ്യുന്നതാണ്. ബൈക്കിൽ ലിഫ്റ്റ് അടിച്ച് പോക്കാണ് ഏറ്റവും നല്ലത്. കാരണം ഒടുക്കത്തെ ട്രാഫിക്കുമാണ്. മഴ ആയതുകൊണ്ട് റോഡൊക്കെ ഒരുപാട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടൊക്കെ കണ്ടു. വർക്ക് ഇൻ പ്രോസസ്. നല്ല പണിയായിട്ട് ഇതിലോട്ട് പോയെ. ഫൈനലി നമ്മൾ കോഴിക്കോട് എത്തി. ഇനി എന്തായാലും നമ്മൾ സ്റ്റേ നോക്കണം. 7 മണിയായി ഓൾറെഡി. അപ്പോൾ എവിടെയെങ്കിലും സ്റ്റേ നോക്കിയിട്ട് നാളെ രാവിലെ നമുക്ക് ഗുരുവായൂരേക്ക് പോവാം. ഗൈസ്, ഇന്നലെ പിന്നെ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ ഇനി ഇവിടെയാണ് ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇവിടെ അടുത്ത് തന്നെ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ സ്റ്റേ ചെയ്തില്ല. ഇവിടെയാണ് ഇന്നലെ ഞാൻ സ്റ്റേ ചെയ്ത സ്ഥലം. ഇതിൻ്റെ പുറകിലായിട്ടാണ് ഇന്നലെ സ്റ്റേ ചെയ്തത്. ഒന്നാമത് ഇരുടായതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ തോന്നുന്നില്ല. രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 5 മണി. നമുക്ക് എന്തായാലും ഗുരുവായൂരേക്ക് പോവാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നലെ രാത്രി ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ ചങ്കുവെട്ടി കോട്ടക്കലിൻ്റെ അടുത്താണുള്ളത്. എന്തായാലും നമുക്ക് ഗുരുവായൂരിലേക്ക് പോവാം. കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. എന്തായാലും എവിടെന്നെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ലെറ്റ്സ് ഗോ ടു ഗുരുവായൂർ. അടുത്തത് വണ്ടി കിട്ടുന്നൊരു ഐഡിയ ഇല്ല. ഇവിടം വരെ എനിക്ക് ഒരു ട്രക്ക് കിട്ടിയിരുന്നു. ഈ ക്യാമറ കാരണം കുറച്ച് പണിയുണ്ട്. ചങ്ങായി ലിഫ്റ്റ് വന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് ഞാൻ നടന്നു പോകണം അവൻ്റെ അടുത്തേക്ക്. ക്യാമറ എനിക്ക് നല്ലതാണ്. ഹെൽമെറ്റൊക്കെ കിട്ടിയാൽ ട്രാവൽ ചെയ്യണം.
ഇവിടുന്ന് ഈ ഗുരുവായൂരേക്ക് 27 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. വണ്ടിയൊക്കെ കിട്ടുന്നില്ല, വളരെ കുറവാണ് വണ്ടി വരുന്നത്. നോക്കാം ഗുരുവായൂർ. ഞാനിവിടെ ബാഗൊക്കെ വെച്ചിട്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി, ആരും നിർത്തുന്നില്ല. അയ്യോ, സമയം 10 മണിയായി. ഒന്നെങ്കിൽ ഇവിടുന്ന് നേരെ ഗുരുവായൂർ, അല്ലെങ്കിൽ തൃശ്ശൂർ വഴി കൊച്ചി. നോക്കാം. എന്തായാലും നല്ല റോഡാണ്. യൂട്യൂബിൽ ചാനലുണ്ട്. ലോസ്റ്റ് മല്ലു.